ബാക്കി എല്ലാ സമയത്തും നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. പക്ഷേ ഫുഡിനോട് ക്രേവിങ്സ് വന്നാൽ പിന്നെ പറ്റൂല കേട്ടോ. എസ്പെഷ്യലി ഈ നോമ്പൊക്കെ ആകുമ്പം ഹോസ്റ്റലിൽ എനിക്ക് തീരെ സെറ്റ് ആവില്ല. എന്നാലും ഞാൻ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് പിടിച്ച് നിൽക്കുന്നതിനും എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നോമ്പിന് നേരെ പുറക്കേക്ക് വിട്ടു. എന്തിനാണെന്നല്ലേ, പുറക്കെത്തിയാൽ അത് വേറെ തന്നെ വൈബാണ്. നമ്മൾ നോമ്പൊക്കെ എടുത്താൽ ഉമ്മ നമ്മൾ എന്ത് പറയുന്നു അതൊക്കെ ഉണ്ടാക്കി. ആക്ച്വലി ഉമ്മാക്ക് നോമ്പൊക്കെ ഉണ്ടാകുമെങ്കിൽ കൂടി നമ്മളൊരു വലിയ മെനു രാവിലെ തൊട്ടേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ അനുസരിച്ച് ഉമ്മ ഓരോന്നും സമയമാകുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെക്കുന്നതാണ് ഉമ്മാൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒട്ടും ചെറുപ്പമല്ല. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, അല്ല തിന്നാൻ വേണ്ടിയിട്ടാണോ നോമ്പ് എടുക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയൊന്നല്ല കേട്ടോ. പക്ഷെ അത്രയും സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ടേബിളിൻ്റെ മുകളിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖമില്ലേ, ആ ഒരു സുഖവും സമാധാനവും വേറെ തന്നെയാണ് കേട്ടോ. സോ ഉമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറഞ്ഞാൽ ഉമ്മാൻ്റെ അപ്പങ്ങളാണ് കേട്ടോ. ഉമ്മ പലതരത്തിലുള്ള അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് വെക്കും. എന്നെ സംബന്ധിച്ച് ഓരോ അപ്പത്തിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ഉമ്മാനോട് പകുതി എത്തുമ്പോൾ പറയും, ഉമ്മ അതാക്കി വെക്കണേ ഇതാക്കി വെക്കണം എന്ന്. എപ്പോഴും ഉമ്മ ആക്കാറില്ലെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് ഉമ്മ അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല കേട്ടോ. സോ ഫൈനലി ഞാൻ പറഞ്ഞ മെനു ഒക്കെ ഉമ്മ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോ നോമ്പ് മുറി എന്ന് പറയുന്നത് അതൊരു വികാരം തന്നെയാണ്. എസ്പെഷ്യലി ഉമ്മാൻ്റെ കൈ കൊണ്ടുള്ള അപ്പം കൂടി ആകുമ്പോൾ ആ മൊത്തത്തിൽ പൂർണ്ണമാവും. പിന്നെ ഇത് ബാങ്കിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. കാത്തിരിപ്പിൻ്റെ വേദന ചിലപ്പോൾ സമയത്തൊക്കെ ഈ ബാങ്കിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് എനിക്ക് നല്ലോണം ഫീൽ ആവാറുള്ളത്. എസ്പെഷ്യലി ഇങ്ങനെ നോമ്പൊക്കെ പിടിച്ചിരിക്കുമ്പോഴുള്ള അവസ്ഥ. സോ ദാറ്റ്സ് ഇറ്റ്.